നിങ്ങൾ സ്പേസിൽ ഒരു വർഷം ചിലവഴിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളെക്കാൾ പ്രായം കൂടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതിനെയാണ് നമ്മൾ ഫിസിക്സിൽ ടൈം ഡയലേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മളെ കുഴപ്പിക്കുന്ന ഒന്നാണ്. കൂടുതൽ അറിയാൻ വീഡിയോ കാണുക. നിങ്ങൾ ചുമ്മാ ഒരു മണിക്കൂർ ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് പോയി നിന്നിട്ട് തിരിച്ച് ഭൂമിയിൽ വരുമ്പോഴത്തേക്കും ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഗ്രാവിറ്റി എത്രത്തോളം ശക്തമാണോ അത്രത്തോളം സമയം വലിഞ്ഞു നീളുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം അതിനനുസരിച്ചായിരിക്കും നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രായം കൂടാത്തത്. അതേസമയം നിങ്ങൾ സീറോ ഗ്രാവിറ്റിയിൽ ജീവിക്കുകയാണെന്ന് വിചാരിക്കും. നിങ്ങൾ ഒരു വർഷം ജീവിച്ചിട്ട് തിരിച്ച് ഭൂമിയിൽ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 0.01 സെക്കൻഡ് പ്രായം കുറവായിരിക്കും. ഇതിന്റെ കാരണവും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റൈനിന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്താണെന്ന് നോക്കാം. നിങ്ങൾ എത്രത്തോളം വേഗതയിൽ സഞ്ചരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് സമയം സാവധാനമേ പോവുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ബഹിരാകാശത്തെ പ്രായം കുറയുന്ന കാര്യം ഇതിന് ഉദാഹരണമാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ വേറൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. ഈ പ്രപഞ്ചം ഒരു തുണിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ആ തുണിയിൽ ഭാരമുള്ള വസ്തുക്കൾ വരുമ്പോൾ ആ ഭാഗം കുഴിയും. ഒരു കുഴിവിലോട്ട് സാധനങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കപ്പെടുമല്ലോ, അപ്പോൾ അതാണ് ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. ഇനി ഭാരമില്ലാത്ത വസ്തുക്കളാണെങ്കിൽ ആ തുണി കുഴിയില്ല, അതുകൊണ്ട് തന്നെ അത് പ്ലെയിൻ ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതായത് ബ്ലാക്ക് ഹോളിന് ഭാരം കൂടുതലാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഹോൾ നീക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ആ വശം കുഴിയുന്നു. അതുമൂലം ആ ബ്ലാക്ക് ഹോളിന്റെ അടുത്തേക്ക് എന്തെങ്കിലും സാധനങ്ങൾ പോയാൽ ആ കുഴിയിലോട്ട് വീഴുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങളിപ്പോൾ കൺഫ്യൂഷനിലേക്കുമെന്ന് എനിക്കറിയാം. ഐൻസ്റ്റൈൻ പറയുന്നത് ഈ തുണി ഒഴിഞ്ഞല്ലോ, അപ്പൊ ആ കുഴിഞ്ഞപ്പോൾ സമയം അതിന്റെ കൂടെ തന്നെ വലിഞ്ഞു നീളും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളൊരു ഒരു ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് അല്ലെങ്കിൽ ഗ്രാവിറ്റി കൂടുതലുള്ള എന്തെങ്കിലും സാധനത്തിന്റെ അടുത്ത് പോയി നിന്നിട്ട് നിങ്ങൾ തിരിച്ചു ഭൂമിയിലോട്ട് എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രായത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും. നിങ്ങൾ പ്രകാശത്തിനോട് അടുത്ത വേഗതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രായം കുറയും. ഇനി വേറൊരു കാര്യവും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഇനി പ്രകാശത്തിനേക്കാട്ടിലും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ പാസ്റ്റിലേക്ക് എത്താൻ സാധിക്കും. ഐൻസ്റ്റൈൻ പറയുന്നു, നിങ്ങൾ പ്രകാശത്തിനേക്കാട്ടിലും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ സമയത്തിന് പിന്നോട്ട് സഞ്ചരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അതായത് നിങ്ങൾ ഒരിടത്ത് എത്തുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ അവിടെ എത്തിയെന്ന്. ഇത് കുഴപ്പിക്കുന്നുണ്ടല്ലേ? സത്യത്തിൽ ഇത് പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെ ലംഘിക്കുന്നതാണ്. ആ റൂൾ നിങ്ങൾ വയലേറ്റ് ചെയ്താൽ ഇതായിരിക്കും സംഭവിക്കുക. ഒരു വസ്തു പ്രകാശ വേഗതയോട് അടുക്കുമ്പോഴത്തേക്കും അതിന്റെ മാസ് കൂടിക്കൊണ്ടേയിരിക്കും. പ്രകാശ വേഗതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുവിന്റെ മാസ് അനന്തമാകും, അതായത് ഇൻഫിനിറ്റി. പിന്നെ ആ വസ്തുവിനെ ചലിപ്പിക്കാനായിട്ട് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഊർജം നൽകിയാലും തികയില്ല. പ്രകാശവേഗത എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു കടുത്ത അതിർവരമ്പാണ്. ഈ മതിലിൽ കടന്ന് അപ്പുറം ചെല്ലാനായി നിലവിലെ ഫിസിക്സ് നിയമങ്ങൾ നമ്മെ അനുവദിക്കുന്നില്ല. ഇനി വേറൊരു രസകരമായ കാര്യമുണ്ട്. അതാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. നിങ്ങൾ പാസ്റ്റിലേക്ക് പോയി നിങ്ങളുടെ മുത്തച്ഛൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തെ കൊന്നുകളയും. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. അദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഇല്ലാതാക്കിയാൽ പിന്നെ നിങ്ങൾ എങ്ങനെ ജനിക്കും? നിങ്ങൾ ജനിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പാസ്റ്റിലേക്ക് എത്തിയത്? ഇത്തരം കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പ്രകൃതി നമ്മളെ പാസ്റ്റിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇനി ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാം. നിങ്ങൾ ആകാശത്ത് നോക്കുമ്പോൾ കാണുന്ന സ്റ്റാർസ് പാസ്റ്റിലുള്ളവയാണ്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രകാശം എത്താനായിട്ട് 8 മിനിറ്റ് എടുക്കും. അതായത് നമ്മൾ കാണുന്നത് ശരിക്കും 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനെയാണ്. അതുപോലെ തന്നെയാണ് ഇതും. ഇനി സ്പേസ് ടൈം എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ ജീവിക്കുന്ന ഒരു 3D ലോകത്താണ്. നീളം, വീതി, ഉയരം എന്നീ 3 അളവുകളാണ് നമുക്കുള്ളത്. ഇതിനെയാണ് നമ്മൾ സ്പേസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു സംഭവം എവിടെ സംഭവിക്കുന്നു എന്നതിനോടൊപ്പം എപ്പോൾ സംഭവിക്കുന്നു എന്ന് കൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് സമയത്തെ 4ാമത്തെ അളവായി കൂട്ടിച്ചേർക്കുമ്പോഴാണ് അത് സ്പേസ് ടൈം ആകുന്നത്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.